ജിമ്മിൽ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് എൻ്റെ മെയിൻ ഗോളെന്ന് പറയുന്നത് ഞാൻ നല്ല മെലിഞ്ഞായിരുന്നിരുന്നത്. അപ്പോൾ അത്യാവശ്യം സൈസ് വരുത്തുക, പക്ഷേ സൈസ് വരുത്തുമ്പം ഓവറായിട്ട് ബൾക്കാകുകയല്ല, കാണാൻ രസമുള്ള ഒരു അത്ലറ്റിക് ഒരു ഫിസിക് ലുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതായിരുന്നു എൻ്റെ ഗോള്. അപ്പം ത്രൂ ഔട്ട് ദ ജേണി ഞാൻ പല സ്പ്ലിറ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി ഞാൻ വന്നപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്രോ സ്പ്ലിറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറി എങ്ങനെയാണ് ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഞാൻ 5x5 ട്രെയിനിങ് കൊടുത്തു. അപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് സ്ക്വാട്ട്സ്, ബെഞ്ച്, ഡെഡ് ലിഫ്റ്റ് ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ഫോം, ബ്രീത്തിങ് ടെക്നിക്ക് ഇതെല്ലാം ആദ്യമായിട്ട് വെയിറ്റ് കുറച്ച്. അതുവരെ ഞാൻ ജസ്റ്റ് ഷോ ഓഫ് ആയിരുന്നു. നമ്മൾ ആദ്യം ജിമ്മിൽ വരുമ്പം ഒബ്വിയസ്ലി നമുക്ക് വെയിറ്റ്സ് കാണുമ്പോൾ ഒരു ആക്രാന്തം ഉണ്ട്, എനിക്കിനി അത് ചെയ്യണം എല്ലാം ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ ആ മണ്ടത്തരം കാണിച്ചു. അപ്പം എല്ലാം അങ്ങ് ചെയ്തങ്ങ് പോയി. ഒബ്വിയസ്ലി റിസൾട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴും ഞാൻ മെലിഞ്ഞായിരുന്നിരുന്നത്. എല്ലാ മസിലിനും നല്ല ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഡയറ്റും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു അറ്റ് ഫസ്റ്റ് പോയിൻറ്റിൽ. പിന്നെ ഒരു സ്റ്റേജിലെത്തിയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി സെറ്റായി. പക്ഷേ ഈ ഒരു പോയിൻറ്റിലാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കമ്പയർ ടു ബാക്കിയുള്ള മസിൽസിനെക്കാട്ടിലും ലാഗായ 2 പാർട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കാഫ് മസിൽസും, ഫ്ലെക്സ് ചെയ്യാവുന്നതിനും കാഫ് മസിൽസ് ഉണ്ട്, അല്ലാത്ത പക്ഷം കമ്പാരിറ്റീവ്ലി കാണാൻ ഭയങ്കര ചെറുതാണ്. കാല് നോക്കുമ്പോഴത്തേക്കും മെലിഞ്ഞ് ജിമ്മിൽ പോലും പോകാത്തൊരു ലുക്കാണ്. അപ്പം പിന്നെയുള്ളത് അപ്പർ ബോഡിയിൽ ചെസ്റ്റ്. ഈ രണ്ടിനും ഞാൻ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു സാധനം ബിൽഡ് ചെയ്ത്, അതായത് ഒരു ബോഡി ബിൽഡ് ചെയ്ത് നമ്മളൊരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് തോന്നുകയാണ് നമുക്ക് ഈ ഒരു, അതായത് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഷോൾഡറും ബാക്കും നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ അത് മാത്രം ഷോ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്, നമ്മൾ വീക്കായതിനൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആ മിസ്റ്റേക്ക് കുറേ നാൾ ചെയ്തു. അപ്പോൾ അത് മാറ്റണം, ഇനി തൊട്ട് വീക്ക് പോയിൻറ്റ്സും കൂടെ ഗ്രോ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ വർക്കൗട്ടിൽ ആദ്യമായിട്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല, എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇതൊരു ലോങ് മിസ്റ്റേക്കാണ്, ലോങ് ടൈമിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു, നേരത്തെ തന്നെ തിരുത്തേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് വർക്കൗട്ട് പ്ലാനിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെസ്റ്റ് ഗ്രോ ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് ഒരു വർക്കൗട്ട് പ്ലാൻ ഇട്ടേക്കുകയാണ്. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് സ്പ്ലിറ്റാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അപ്പർ ലോവർ സ്പ്ലിറ്റാണ്. നിങ്ങൾക്ക് ഒരു സാമ്പിൾ അപ്പർ ലോവർ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബയോയ്ക്കകത്ത് തന്നെ ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്പർ ലോവർ ഒരു പ്രോഗ്രാം ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് അത് തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന 7 ദിവസം തിങ്കൾ തൊട്ട് നിങ്ങൾ കൂട്ടുക. അപ്പം അപ്പർ ലോവർ റെസ്റ്റ്, അതായത് ബുധനാഴ്ച വന്നപ്പോൾ റെസ്റ്റ്, വീണ്ടും അപ്പർ ലോവർ, പിന്നെ 2 ദിവസം റെസ്റ്റ്. അതായത് തിങ്കളാഴ്ച വർക്കൗട്ട് അപ്പർ, ചൊവ്വാഴ്ച വർക്കൗട്ട് ലോവർ, 3-ാമത്തെ ദിവസം റെസ്റ്റ്, ബുധനാഴ്ച റെസ്റ്റ്, 4-ാമത്തെ ദിവസം അപ്പർ, 5-ാമത്തെ ദിവസം വീണ്ടും ലോവർ, പിന്നെയുള്ള 2 ദിവസം റെസ്റ്റ്. അതായത് 3 ദിവസമാണ് നമുക്ക് റെസ്റ്റ് പീരീഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ റിക്കവറിക്കുള്ള ടൈം കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഞാൻ അങ്ങനെ ഫോർമാറ്റ് ചെയ്തേക്കുന്നത്. മാക്സിമം നമുക്ക് റെസ്റ്റ് ടൈമിനുള്ളതുണ്ട്, പക്ഷേ അതേസമയം നമ്മൾ പുഷ് ചെയ്യുന്നത് അതുപോലെ ഇൻറ്റൻസിറ്റിയിലുമായിരിക്കും. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ചെസ്റ്റ് ഡേ ആണ്. എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞ ഈ അപ്പർ ലോവറിന് പകരം സ്പ്ലിറ്റ് സെയിം ആണ്. അപ്പർ ലോവറിൽ ഒരു ചേഞ്ച് വരും. അതായത് നമ്മളിപ്പോൾ ചെയ്തതിൽ നിന്ന് ഇനി വരാൻ പോകുന്നത് അപ്പർ ലോവർ റെസ്റ്റ്, അപ്പർ ലോവർ, നമുക്ക് ആ 2 റെസ്റ്റ് ഉണ്ടായിരുന്നതിൽ തൊട്ടടുത്ത് വരുന്നത് ഒരു ചെസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ അപ്പർ ഡേ കഴിഞ്ഞിട്ടും, അതായത് ഫസ്റ്റ് അപ്പർ ഡേ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, അതായത് ലോവറാണ് പിറ്റേ ദിവസം. അപ്പോൾ അവിടെ നമുക്ക് അപ്പർ വീണ്ടും ഹിറ്റ് ആകുന്നില്ല. പിന്നെ റെസ്റ്റ് ഇവിടെ വരുന്നത് റെസ്റ്റ് ഡേ ആണ് വരുന്നത്. അപ്പോൾ അപ്പറിന് ഇനഫ് റിക്കവറി ആയി കഴിഞ്ഞു. 4-ാമത്തെ ദിവസം വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മളൊരു അപ്പറിലെത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ലോവർ ബോഡി വീണ്ടും വരും. അപ്പോൾ വീണ്ടും അപ്പറിന് റെസ്റ്റ് വന്നു. അപ്പോൾ ഈ ലോവർ ബോഡി കഴിഞ്ഞ് പിന്നെയാണ് ചെസ്റ്റ് വരുന്നത്. അപ്പം റിക്കവറിക്ക് ഇനഫ് ടൈം ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പർ ലോവർ തന്നെ ചൂസ് ചെയ്തേക്കുന്നത്. വർക്കൗട്ടുകളെല്ലാം ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അപ്പർ ലോവറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഓരോ അപ്പർ ഡേയിലും അറ്റ് ദി എൻഡ് ഒരു ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പം ഡെവലപ്പ് ചെയ്തത്, ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന അപ്പർ പ്രോഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആ പ്രോഗ്രാം ഫുള്ള് തീർന്നു കഴിയുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു കേബിൾ ഫ്ലൈ, അത് ഒന്നെങ്കിൽ അപ്പറിന് വേണ്ടിയുള്ളതാകാം, അല്ലെങ്കിൽ ലോവറിന് താഴെ എന്നുള്ളതാകാം, ഏതാണെങ്കിലും 3 സെറ്റ്സ് ഓഫ് 15-20 അതാണ് ഇട്ടേക്കുന്നത്. അതാണ് ഫസ്റ്റ് അപ്പറിൽ വരുന്ന ഏതെങ്കിലും ഒരു കേബിൾ ഫ്ലൈ. 2-ാമത്തെ അപ്പർ ഡേ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ അപ്പർ ഡേ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 21s എന്ന് പറഞ്ഞു. 21s പറയുമ്പോൾ ഇതുപോലൊരു ബെഞ്ച് ഇട്ടിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഇരിക്കുമായിരിക്കും. എന്നിട്ട് ഹാഫ് റെപ്പ് ചെയ്യുക.
എന്നിട്ട് അപ്പർ ഹാഫ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ഫുള്ള് ഇത് ചെയ്യുക, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. അങ്ങനെ അതും 3 സെറ്റ്സ് ഓഫ് 21, അതായത് 7 റെപ്പറ്റീഷൻ ഫുൾ 7 അങ്ങനെ 3 സെറ്റ്. അപ്പോൾ അത് രണ്ടുമായിരിക്കും അപ്പർ ഡേയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്പെസിഫിക് ചെസ്റ്റിന് വേണ്ടി തന്നെയുള്ള ദിവസമാണ്. അപ്പം ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇംഗ്ലൈൻ ഞാൻ റെഗുലർ ചെയ്യാത്തത്, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ്, നമ്മുടെ കൂടെ ആരുമില്ല. അപ്പം നമ്മളെപ്പോഴും സേഫ്റ്റിയും കൂടെ നോക്കണം. അപ്പോൾ ഞാൻ മാക്സിമം പുഷ് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് 8 to 10 റെപ്പറ്റീഷൻ റേഞ്ച് വരുന്നതിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഈ മസിൽ അത്രയും പമ്പ് ആവണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 റെപ്പറ്റീഷൻ കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് ചെന്ന് ഡിക്ലൈനെ കിടന്ന് ഡംബൽ ഫ്ലൈ. അതാണ് ഫസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 45 ഡിഗ്രിയിൽ ബെഞ്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ മുകളിലോട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് വർക്കൗട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. സക്സസ്ഫുള്ളി എന്ന് പറയാൻ പറ്റുന്നത് ലാസ്റ്റ് സെറ്റ് ഞാൻ വെയിറ്റ് കൂട്ടാൻ നോക്കിയെങ്കിലും ഫസ്റ്റ് വൺ, അതായത് ഇൻക്ലൈൻ പ്രസ് ചെയ്തത് ഫെയിലിയർ അറ്റ് 6 റെപ്പറ്റീഷൻസ്. 42.5 ഇട്ടപ്പം 42 മീൻസ് ബാറിൻ്റെ വെയിറ്റ് കൂട്ടിയിട്ടില്ല. സ്മിത്ത് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വെയിറ്റ് കൂട്ടുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ ചെയ്തപ്പം ഞാൻ 12 വെച്ച് മൂന്നാമത്തെ സെറ്റ് ട്രൈ ചെയ്തു, 12 കിലോ വെച്ച്. പക്ഷേ അത് 4 റെപ്പറ്റീഷൻ കണ്ടപ്പോൾ ഫെയിലായി. അപ്പം അത്രയും അടുത്ത പ്രാവശ്യം പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അത് ടു മച്ച് ഫെയിലിയറാണ്. അത്രയും ഫെയിലിയർ പുഷ് ചെയ്യേണ്ട. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 8 to 10 റെപ്പറ്റീഷൻസ് ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നല്ല ഫോമിലുള്ള വെയിറ്റാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ച് കുറയ്ക്കും ഞാൻ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത്, അടുത്ത സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡംബൽ പുൾ ഓവറാണ്. ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഡംബൽ പുൾ ഓവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ വർക്കൗട്ടായിട്ടാണ് എടുക്കുന്നത്. അതായത് സൈഡിൽ ഇതും സെറാറ്റസ്, അതായത് നമുക്കിവിടെ ഈ ഒരു ഇങ്ങനത്തെ വര പോലത്തെ നമ്മൾ കാണത്തില്ലേ, ഈ റിബിൻ്റെ സൈഡിൽ ഇത്. അപ്പോൾ ഈ സെറാറ്റസ് ഡെവലപ്പ് ചെയ്യാനും ബാക്കിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് കൂടുതൽ ഈ വർക്കൗട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മൈൻഡ് മസിൽ കണക്ഷൻ അതുപോലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള, അതായത് ഇത് നല്ലപോലെ യൂസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കത് ആ സ്ട്രെച്ച് നമുക്ക് ചെസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം പുറകോട്ട് കൊണ്ടുപോകുമ്പം ഇവിടെ സ്ട്രെച്ച് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാക്സിമം ചെസ്റ്റും സ്ട്രെച്ച് ആക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പുഷ് വർക്കൗട്ടുകൾ മാത്രം ചെയ്യുമ്പം, അതായത് ചെസ്റ്റ് മാത്രം ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഫോർവേഡ് ഡോമിനൻ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കുകയാണ്. അപ്പം ഒരു ബാക്കിൻ്റെ വർക്കൗട്ടും കൂടെ അതിനോട് ചെയ്തേക്കുക. അങ്ങനെയാണ് സയൻസ് പറയുന്നത്. നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നു മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഡംബൽ പുൾ ഓവർ ചെസ്റ്റ് ഫോക്കസ് ചെയ്ത്, ചെസ്റ്റിൻ്റെ സ്ട്രെച്ച് ഫോക്കസ് ചെയ്ത് കഴിയുമ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇട്ടിരുന്ന പ്ലാൻ പ്രകാരം ചെയ്യേണ്ടത് മേളിൽ ചെന്നിട്ട് നമ്മുടെ ആ ഇതുണ്ടല്ലോ, ഇങ്ങനത്തെ എല്ലാത്തിൻ്റെ പേര് മറന്നു പോകുകയുള്ളൂ, നോക്കട്ടെ എഴുതി വെച്ചതിൻ്റെ പേരിൽ സ്റ്റിഫ് ആം പുൾ ഡൗൺ എന്ന് പറയും. നമ്മൾ മറ്റേ റെഗുലർ പുൾ ഡൗൺ ചെയ്തില്ലേ, അതിന് നേരെ നീണ്ടുതന്നെ പുൾ ഡൗൺ. പക്ഷേ ഇവിടുന്ന് സ്റ്റെയർ കയറി മേള് വരെ പോയി തിരിച്ച് വരുമ്പം ഈ ബെഞ്ച് ഇവിടെ കാണണമെന്നില്ല, അതിൽ അടിച്ചു മാറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാനുണ്ടാത്തത് കൊണ്ട്, അങ്ങനെ പോകുമ്പം ഈ ബെഞ്ച് എനിക്ക് വേണമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നു. അതിന് പകരം ഞാൻ ഈ ഒരു ബെഞ്ച് 45 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് അകത്തെ കയറി കിടന്നിട്ട് ഡംബൽ റോ പോലെ ചെയ്യും, ഹെവി റോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. 8 to 10 റേഞ്ച്.
അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടൊരു സൂപ്പർ സെറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് കേബിൾ ഫ്ലൈയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ചെന്ന് ഓവർ ഹെഡ് ട്രൈസപ്പ് എക്സ്റ്റൻഷൻ ചെയ്യും. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഇവിടെ ഞാൻ ഇപ്പം എൻ്റെ അപ്പർ ചെസ്റ്റ് ടാർഗറ്റ് ചെയ്ത് ലോവർ ചെസ്റ്റ് ടാർഗറ്റ് ചെയ്ത് ഒരു ഫ്ലൈ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ താഴെ ചെന്ന് ഡംബൽ ഓവർ ഹെഡ് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യാൻ ഇവിടെ നിന്ന് എനിക്ക് ജസ്റ്റ് സ്ട്രെച്ച് ആകും. അതിൻ്റെ കൂടുതൽ ഞാൻ ട്രൈസപ്സ് വർക്കും ചെയ്യും. അപ്പം അറ്റ് ദ സെയിം ടൈം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പലരും സയൻസിനെ പുച്ഛിച്ചാലും ഇത് ഹെൽപ്ഫുള്ളാണ് മിക്കവർക്കും. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത് ജെഫ് നിപ്പാഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ജെഫ് നിപ്പാഡാണ് സയൻറ്റിഫിക്കലി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നോക്കിയിട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ ചാനലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് പുള്ളിയുടെ ചാനലിൽ നിന്നാണ്. അപ്പോൾ അതിലെനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വർക്കൗട്ട് പ്ലാനുകളൊക്കെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് മാറ്റേണ്ട കാര്യമില്ല. ഞാനതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു വർക്കൗട്ട് എനിക്ക് പിന്നെ മാറ്റേണ്ട കാര്യമില്ല. അതിലെനിക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ എനിക്കത് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. അതാണ് ഞാനിവിടെ ചെയ്തത്. ജെഫ് നിപ്പാഡിൻ്റെയാണ് ഞാൻ ഈ അപ്പർ ലോവർ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ഫോളോ ചെയ്തിട്ട് ഇതിന് അഡീഷൻ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചെസ്റ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി അഡീഷണൽ ഒരു പ്രോഗ്രാമും കൊടുത്തു. അപ്പം വർക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാം കണ്ടുപിടിക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക, ഓൾട്ടർ ചെയ്യുക. അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട വെയിറ്റ് ഞാൻ എഴുതി വെച്ചത് മറന്നുപോയി, നോക്കട്ടെ. 14.7. ഓക്കെ, 14.7 സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇത് ചെസ്റ്റിലെ പമ്പ് കണ്ടോ, അത് ഗ്രോ ആകുന്നുണ്ട്. അപ്പം ഇതുവരെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബാക്കി ടിപ്പുകൾ ഞാൻ പറഞ്ഞേക്കുന്നതെല്ലാം നിങ്ങൾ അതേപടി ഫോളോ ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പർ ലോവറാണ്. അപ്പം അപ്പറിൻ്റെ ദിവസത്തിൽ അവസാനം നമ്മളൊരു ഏതെങ്കിലും ഒരു ചെസ്റ്റ് ഫ്ലൈ ചെയ്യും. രണ്ടാമത്തെ അപ്പറിൻ്റെ ദിവസം, അതായത് അപ്പർ ലോവർ പിന്നെ റെസ്റ്റ്, രണ്ടാമത്തെ അപ്പർ വന്നു. രണ്ടാമത്തെ അപ്പർ ഡേയിൽ നമ്മൾ 21s, അതായത് നമ്മൾ ഇരുന്നിട്ട് സെറ്റ് ചെയ്തിട്ട് ഹാഫ് വേ 7 റെപ്പ്, പിന്നെ അപ്പർ ഹാഫ് 7 റെപ്പ്, ഫുള്ള് 7 റെപ്പ്, അങ്ങനെ 3 സെറ്റ് 21s ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ഈ ചെസ്റ്റ് ഡേ, അതായത് അപ്പർ ലോവർ റെസ്റ്റ്, അപ്പർ ലോവർ ചെസ്റ്റ് ഡേ റെസ്റ്റ്,
ഇന്ന് ചെയ്ത് ചെസ്റ്റ് നമ്മൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ. പമ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഒത്തിരി ഹെവി പോയിട്ടില്ല. എൻ്റെ ഈ മസിലിന് പറ്റുന്ന ഈ മസിൽ മാത്രം ആക്ടിവേറ്റ് ആകുന്ന രീതിയിലുള്ള ഫോമും അതിന് പറ്റിയ വെയിറ്റും മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനൊരു ഫിസിക്ക് കാണുമ്പം ഒറ്റയടിക്ക് ആയതിന് എല്ലാവരും പറയാൻ പോകുന്നത് ഒബ്വിയസ്ലി അവൻ നാച്ചുറൽ അല്ലെന്നാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 1-2 വർഷത്തെ അല്ല, 16 വർഷം. ഈ 16 വർഷത്തിൽ ഞാൻ ഇഷ്ടം പോലെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞതിൽ 3 വർഷം അല്ലെങ്കിൽ 2.5 to 4 വർഷം റേഞ്ചിലാണ് പ്രോപ്പറായിട്ട് ഞാൻ ന്യൂട്രീഷനും കാര്യങ്ങളും ഒക്കെ പഠിച്ചത്. അതിന് മുന്നേ ഉള്ളത് വെറും വേസ്റ്റായിരുന്നു. ചുമ്മാ ചത്ത് കിടന്ന് വർക്കൗട്ട്, അല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടുന്ന എല്ലാം കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെല്ലാം പഠിക്കുന്നൊരു ടൈമുണ്ട്. ഞാൻ പഠിച്ചത് ഭയങ്കര സ്ലോയിലാണ്. പക്ഷേ എനിക്കത് നല്ല എക്സ്പീരിയൻസായി. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ എനിക്കൊരു പാഠമായി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ നാച്ചുറലി ഞാൻ ഇത്രയും നേടിയതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഭയങ്കര സൈസാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെക്കൊണ്ട് ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ശരിക്കും അഭിമാനിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ടൈം എടുക്കുക, സ്ലോയിൽ ഒത്തിരി ഹെവി ചെയ്യുക, ബാക്കിയുള്ളവരെ കാണിക്കുക എന്നുള്ളതിലല്ല. ടൈം എടുത്ത് നിങ്ങൾ ബിൽഡ് ചെയ്ത് വാ. ഒരു പോയിന്റിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അന്നത് ചെയ്തത് നന്നായി, അന്നേരം തുടങ്ങിയല്ലോ, അങ്ങനെയാണ് ചിന്തിക്കുക. അല്ലാണ്ട് നമുക്കിനിയും സമയമുണ്ട്, നമുക്ക് പിന്നെ തുടങ്ങാം, കൈ കാശില്ലെങ്കിൽ അതിന് പറ്റിയ ബഡ്ജറ്റിൽ നമ്മൾ തുടങ്ങി വെക്കുക. എന്തുണ്ടോ അത് വെച്ച് തുടങ്ങുക. അതാണ് ഇച്ചിരിയും കൂടി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സാധനങ്ങൾ. അധികം താമസിക്കാതെ, ഞാൻ ജിമ്മില്ലായിരുന്നപ്പോൾ എന്ത് ചെയ്തു, ഡയറ്റ് ഒന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ ബോഡി ബിൽഡ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അധികം താമസിക്കാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇനി നിങ്ങൾ എൻ്റെ പോസ്റ്റിംഗ് കാണുക, ബാക്കി ടിപ്സ് കേൾക്കുക. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഒത്തിരി ഹെവി പോകരുത്. ഹെവി പോകണം. എങ്ങനെ പോകണം? പക്കാ ഫോമിൽ, ബ്രീത്തിങ്ങും ടെക്നിക്കും എല്ലാം കറക്റ്റ് ആക്കിക്കൊണ്ട് ഫോമിൽ പോകണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പം ഡംബിൾ പ്രസ് ചെയ്യാൻ നേരം ഞാൻ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ചെയ്യാൻ നേരം എനിക്ക് ഒരു വെയിറ്റ് എടുത്തപ്പോഴത്തേക്കും ഈ ഫോമിൽ നിന്ന്, അതായത് ഞാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരുന്ന ഈ ഫോമിൽ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിർത്തിക്കോ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ മസിലിന് മാക്സിമം ടെൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീക്ക് പോയിൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. മാക്സിമം സ്ട്രെച്ച് ഇങ്ങോട്ട് വരുമ്പോൾ മാക്സിമം ഒരു പ്രഷർ കൊടുക്കണം. കൺട്രാക്ഷനും ആ ഒരു സംഭവം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അത് കൊടുക്കണം. 4-മത്തേത് ന്യൂട്രീഷനാണ്. ഈ സമയത്ത് നിങ്ങൾ ഫാറ്റ് ലോസ് ഫേസിലായിരിക്കുന്ന അത്ര നല്ലതായിരിക്കത്തില്ല. ബോഡിയിൽ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ടൈമോ അല്ലെങ്കിൽ കാലറി ഡെഫിസിറ്റിലായിരിക്കുമ്പോഴോ ആ ഒരു പോയിന്റിൽ മിക്കപ്പോഴും തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 100 to 300 കാലറീസ് എങ്കിലും സർപ്ലസിൽ നിൽക്കുമ്പോൾ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിക്കവർ ആകുകയും ചെയ്യും. എന്നുവെച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് മസിൽ ഗ്രോത്തിനാണ്. അപ്പോൾ ഇനഫ് നമുക്ക് ഫുഡ് ചെല്ലുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് വെള്ളം കുടിച്ചിരിക്കണം. ഫുഡ് നമ്മൾ പറഞ്ഞു, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വെള്ളം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 3 to 4 ലിറ്റേഴ്സ് എങ്കിലും ഡെയിലി ടാർഗറ്റ് വെച്ചേക്കുക. അതുപോലെ നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവലാണ്, നിങ്ങൾ ഇതുവരെ ബോഡി ബിൽഡ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്കൊരു വീക്ക് പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റിൽ വരുന്ന ഹെവി ഒരാളാണ്, ലെറ്റ്സ് സേ നിങ്ങളൊരു 70+ 80+, അപ്പോൾ അത്രയും അത്യാവശ്യം മസ്കുലാരിറ്റി ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് 4 to 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അതാണ് റെക്കമെൻഡഡ്. ഇനി ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നല്ലപോലെ ഉറങ്ങുക. ഉറക്കമെന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സയൻറ്റിഫിക്കലി പറഞ്ഞിരിക്കുന്നത് 6 to 8 ആണ് മിനിമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിൽ മാത്രം മാക്സിമം 6 കൊടുക്കാൻ നോക്കുക. പക്ഷേ എപ്പോഴും റെക്കമെൻഡഡ് 7 to 8 hours ആണ്. അതും ഓരോ ആൾക്കാർക്കും വേറെ ആയിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഡെയിലി 8 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങിയാൽ പോലും അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ ചിലപ്പോൾ കൂട്ടി നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് 9 വേണമായിരിക്കും. അത് ഓരോ പേഴ്സണും ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ ഞാൻ ഹെവി ട്രെയിനിങ്ങിൻ്റെ ഒരു ഫേസിൽ ഇപ്പോൾ 6 day സ്പ്ലിറ്റിൽ ഞാൻ പോകുന്ന ടൈമിലാണെങ്കിൽ ഞാൻ പേഴ്സണലി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ 9 hours സ്ലീപ്പ് കിട്ടിയാൽ എനിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് റിക്കവേർഡാണ്. എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ ഭയങ്കര ക്ഷീണമൊന്നുമില്ല. പക്ഷേ അതേസമയം ബിലോ 8 hours ഞാൻ ഉറങ്ങുന്ന എല്ലാ ദിവസങ്ങളും ഓൺ ദ ഗോ, ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ തന്നെ എനിക്കിങ്ങനെ ഭയങ്കര ക്ഷീണം ഒരു ഫീല്, വർക്കിൻ്റെ ഇടയ്ക്കാണ് തന്നെ ഉറക്കം തൂങ്ങുന്നൊരു ഫീല്, അങ്ങനെയായിരിക്കും. അപ്പം ഇത്രയും ടിപ്സും ഈ വർക്കൗട്ട്സും എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I will see you in the next video.